ഡേയ് ഡേയ് കൊള്ളാല്ലേ? വലിയ പോരാ, കാണുന്ന ഈ ആഡംബരമൊക്കെ അല്ലേ ഉള്ളൂ. ഓ, നിനക്ക് ഈ ടൈപ്പ് ഒന്നും പിടിക്കൂലല്ലോ. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കാൻ പോടാ മോനെ. നിനക്കത് പേടാ? ഈ ചളുപ്പടം ആരെങ്കിലും പോയി കാണും? വല്ല ഹോളിവുഡ് പടത്തിനും പോവാടാ. ശില്പിച്ചിട്ട് പടമല്ലടാ, എന്തെങ്കിലും കാണും. അളിയാ, ഈ പടത്തിന്റെ റിവ്യൂ എങ്ങനെയാടാ? ഡേയ്, കുറെ നേരമായല്ലോ, നീ എവിടാ നോക്കുന്നത്? അളിയ, ഞാൻ ആ ബുക്കൊന്ന് വാങ്ങിച്ചാലോ? ഏത് ബുക്ക്? മറ്റേ ബുക്കേ. അന്ന പൈല്. ഛേ, നീ ഇത്ര ചീപ്പാവലടേ. എന്റെ മൊബൈൽ ഇഷ്ടം പോലെയുണ്ട്, നെറ്റും ഉണ്ട്. അല്ലാതെ ഈ ബുക്കൊക്കെ അയ്യേ. ഛേ, നീ ഒന്ന് പോടാ, വായിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെ അളിയാ. ഇവനോടൊക്കെ പറഞ്ഞിട്ട് തന്നെ കാര്യം, പെറ്റിട്ട തന്നെ കൂടെ ആയിരുന്നു. അളിയാ, നീ പോ, ധൈര്യമായിട്ട് പോ. അതല്ല അളിയാ, എന്റെ പട്ടാള ചിറ്റപ്പനാണ് പോ നിക്കണേ. അയാള് കണ്ട പണി കിട്ടു. ഓ ശരി തന്നെ, കറുത്ത കാട്ടുമാക്കാൻ. അളിയാ, ഞാൻ ഉണ്ട് കൂടെ, നീ ധൈര്യമായിട്ട് പോ. പോവല്ലേ? പോ. എന്റെ ഷക്കീലാമ്മേ രക്ഷിക്കണേ. ചേട്ടാ, തീ ഉണ്ടാ? ഇതല്ല, തീ ഫയർ ബുക്ക്. ഓ, ഫയറാ? അങ്ങനെ പറയണ്ടേ നീ, ഞാൻ മറന്നു ഇതിന്റെ കാര്യം. ആ മക്കളെ, കടന്നു വരൂ, എല്ലാവർക്കും കടന്നു വരാം. നല്ല പുതിയ ലക്കം ഫയർ, ചുരുച്ചുറുക്കുള്ള ഫയർ വാങ്ങിച്ചോണ്ട് പോയി എല്ലാവർക്കും ഇത് വായിക്കാം. ഓടുന്നതിന് വളരെ നല്ലതാണ്. കടന്നു വരൂ, കടന്നു വന്ന് വായിച്ച് സഹായിച്ചു മടയാനായി. ഇതാ പുതിയ ലക്കം ഫയർ. നയനേച്ചിയുടെ പുതിയ കഥകൾ, മക്കളെ പൊതിഞ്ഞെടുക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എന്തായാലും നാറി, ഇനി വാങ്ങിച്ചിട്ട് പോവാം. പൈസ പിടിച്ചോ. പെട്ടെന്ന് ഓടി വാടേ. നിർത്താൻ പറയണേ ആ സാധനം. ഹായ് പിങ്കി മോള്, വാട്സാപ്പ്. ഞാൻ തന്നെ ഇവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ ബീച്ചിൽ അടിച്ചു വിളിക്കും. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. പണ്ട് ഡാഡിയുടെ കൂടെ ആയിരുന്നു, ഇപ്പം ഡാഡിക്ക് ബിസിനസിൻ്റെ ആ ഒരു തിരക്കായിട്ട് ഞാൻ അവിടെ പോയിരിക്കല്ലേ? ഞാൻ അങ്ങോട്ട് ഇരിക്കാം. ശരിയടേ. ഞാൻ അമേരിക്കയിലായിരുന്നു. ഞങ്ങളുടെ പുതിയ ജാക്കറ്റ്. ഇവൻ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഇവൻ്റെ ഓഞ്ഞ ലാംഗ്വേജ് ഒക്കെ കളയും. എന്താ ഒരു ഹോട്ടി. ഇവൻ തന്നെ വാങ്ങത്തോലിയാ അവിടെ. ഭയങ്കര ഇൻഫ്ലുവൻസ് അല്ലേ, ഓരോരോ കടയും ഡാഡിക്കറിയാം. മതിയടാ, നിർത്ത്. പോടാ, അതിന് വേണ്ട. എവിടെ നിർത്തിയെങ്കിൽ അമേരിക്കൻ ജംഗ്ഷൻ. ആ ജംഗ്ഷനാണ് എന്റെ മാമന്റെ കപ്പൽ. ആന്റി വിറ്റ് മാമൻ പണക്കാരനായി. അതുപോലെ ഞാനും ആവുമെന്നാണ് ഡാഡി പറയുന്നത്. അമേരിക്കയിലേക്ക് ഇപ്പൊ അണ്ടിയുടെ വില വളരെ കുറവാണ്. ഒബാമയ്ക്ക് അണ്ടിയുടെ വില കുറഞ്ഞാലും എപ്പോ വിളിച്ചാലും എനിക്ക് ഇതേ പറയാനോ. പിന്നെ ഞാൻ ഷൂറായിട്ട് നിന്ന് മാമൻ രണ്ടു നിർത്താറായില്ലേടെ നിനക്കിത്? അല്ല മോൾ, ഇന്ന് തരാനുള്ള തന്നില്ല. എത്ര നേരമായിടെ അവ ഇത് തുടങ്ങിയിട്ട്? മോള് അത്യാവശ്യമായിരുന്നു, ഒരു അരമണിക്കൂർ ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഉറപ്പായി വിളിക്കാം. ഓക്കെ ബൈ. എടാ മൈത്താണ്ടി മോനെ, നിനക്ക് ഇത്രയ്ക്ക് ചൊറിയ ഞാൻ നിന്റെ കുഞ്ഞമ്മേലല്ലോടാ വിളിച്ചത്. എന്തായാലും എന്റെ കുഞ്ഞമ്മ നിന്റെ പഴയ വെടി രേഷ്മയെ പോലല്ല. ഡേയ് കോളേജ് പോലെ നീ ഇത്തിപ്പോ ഓവറാണ് കേട്ടാ. അയ്യേ, എന്തോന്ന് ലാംഗ്വേജ് ഇത്. ഡേയ്, നീ കൂടുതൽ താറ്റണ്ട. നിന്റെ പഴയ കഥയുടെ അത്ര വെറുപ്പീരൊന്നും അല്ല. ഏത് കഥ?
മറ്റേ കഥ. ഓ മറ്റേ +2 പറയട്ടാ. മറ്റേ കഥയോ? പറയടാ. എടാ അത് ഞാനവന് പണ്ട് +2. പട്ടി പട്ടരെ ചതിയാ. നീ പറഞ്ഞ എല്ലാടെ ആടുത്തും പറയൂലെന്ന്. ഡേ ഈ ബാബത്ത് അളിയ നീ പറ. അളിയാ ഞാൻ ഇവന് പണ്ട് +2 പഠിക്കുന്ന കാലത്താണ് ഈ സംഭവം നടന്നത്. നമ്മള് പയ്യന്മാര് ഈ രാത്രി കത്തിച്ചു കൂത്തിരി വയ്ക്കാൻ തുടങ്ങുന്നൊരു പ്രായം ഉണ്ടല്ലോ അളിയാ. അതാണ് അളിയാ പ്രായം. ഈ ഇളം കരിക്കെന്നൊക്കെ പറയും പോലെ മധുരം. ആ കാലത്താണ് ഈ വേട്ടോളിന് ഏതോ ഒരു കൂതറ പെണ്ണിന്റെ അടുത്ത് അസ്ഥി പിടിച്ച പറയാം. അങ്ങനെ ഒരു ദിവസം ട്യൂഷൻ വിട്ടൊരു 5:30 മണിയായി. അവളോട് ആദ്യമായി മിണ്ടാനും ഹൈ ലവ് യു പറയാനും വേണ്ടി ഈ അലവലാതിക്ക് കൂട്ടിന് വേറൊരു പണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അളിയാ മറ്റവന്മാർ ഇവിടെ നിക്കണാടാ. ഇവന്മാരെല്ലാ ട്യൂഷൻ ക്ലാസിന്റെ ഫ്രണ്ടിലുണ്ടല്ലോ. മറ്റവന്റെ കോലം നോക്കളയാ. എന്തുവാടെ ഇത്? ഒരുമാതിരി ഉത്സവ പറമ്പിലെ സീരിയൽ ബൾബ് ഇട്ട പോലെ പച്ച മഞ്ഞ ചുവപ്പ്. വെറിയം തന്നെ. ഏയ് മറ്റവന്മാര് നോക്കണു. എന്താണ് അവിടെ? വെറുതെ നടക്കട്ടെ. അളിയാ പൊട്ടാസ് ലുക്കടാ. അടിപൊളി കൊള്ളാം. എന്നെ സമ്മതിക്കണം. പൊള്ളിച്ചടിക്ക് അളിയാ സൂപ്പർ ഡ്രസ്. പിന്നെ കാണാം. ഓ ശരിടാ. അടിപൊളി കള്ളം. അവന്മാര് കൊള്ളാന്ന് പറഞ്ഞു. എന്താ കൊള്ളൂലേ? സൂപ്പർ ഡ്രസ് വെച്ചമ്പി. പിന്നെ അവന്മാര് പറഞ്ഞു കൊള്ളാം. ആ ഉണ്ടാക്കന്മാരോട് പോയി ചാൻ പറ. പച്ച മഞ്ഞ സൂപ്പർ. എനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ നിന്റെ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ എന്ത്? പുതിയ ഹെയർ ജെല്ലോടെ അല്ലടേ സലൈവ. ഓ പുതിയ ബ്രാൻഡ്. നീ ചീപ്പട്. കഷ്ടം. എത്രയും പെട്ടെന്ന് ഈ വിവരം കിട്ടവന്റെ കൂട്ടുവിടണം. ഇല്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. എത്ര സമയം ഇതുവരെ വന്നില്ല. സമയം താടേ. ക്ലോക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു റാസ്കൽ. 3 ദിവസം കണ്ടില്ലല്ലോ. ചിലപ്പോ എനിക്ക് തോന്നുന്നു നോക്കിയ പെണ്ണുങ്ങളെല്ലാം തേച്ചതിന്റെയും തിരിച്ച് പുച്ഛം മാത്രം തന്നതിന്റെയും കലിപ്പുണ്ടായിരിക്കും എനിക്കന്നവനോട് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. അളിയാ എന്തടേ മൊബൈലാ? താങ്ക്സ്. കണ്ടില്ലല്ലോ. പഞ്ചു എന്നിട്ട് പയ്യെ ഞാൻ എന്റെ മൊബൈൽ എടുത്തു. അതിലെ നീലപ്പ ലോഞ്ച് ചെയ്തു. നീലപ്പല്ലോ? ഇവനെ ഞാൻ നേരത്തെ ഇപ്പൊ ബ്ലൂടൂത്ത് എന്ന് പറയും. കഥ പറയുന്നിടേ ശനിച്ചല്ലേ. ഇപ്പൊ എവിടെ എത്തി? പ്രണയം അല്ലടാ ബ്ലൂടൂത്ത്. ഓ യെസ് ബ്ലൂടൂത്ത്. എന്നിട്ടളിയാ ഞാൻ ആ കൃത്യം അങ്ങ് ചെയ്തു. എന്റെ ഒരു സ്പെഷ്യൽ റിംഗ് ടൂൺ ഞാൻ പയ്യെ മച്ചുവിന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു. എന്നിട്ട് അത് അവന്റെ റിംഗ് ടൂൺ ആക്കി സേവ് ചെയ്തു. അപ്പോഴേക്കും അവളെത്തി. അളിയാ അവള് മഞ്ജു. അളിയാ മഞ്ജു. ഈ സമയം ഇവൻ വിരളി പിടിച്ച പട്ടിയെ പോലെ എന്തൊക്കെയോ കാട്ടിക്കൊണ്ടു. അമ്മച്ചി കൂൾ. എന്റെ വായിലെ കുന്നിലപ്പാ സെറ്റ് ആവണേ. പെട്ടെന്ന് ധൈര്യം കിട്ടി. അളിയാ നീ ധൈര്യമായിട്ട് ഓക്കേടാ. ഓ ശവം പുറകേന്ന് വിളിച്ച് എന്തുവാടേ? മൊബൈലാ അണ്ണൻ പോയിട്ട് വരാം. ഇവ അവളെ സെറ്റ് ചെയ്യുന്ന ഉറപ്പായ അളിയാ. അവള് പ്രണയത്തിന്റെ ഘട്ടിലേക്ക് വീണുന്ന് തോന്നില്ല. എന്തോ അസൂയയും കുശുമ്പും കൊണ്ട് നിറഞ്ഞ് ഫുള്ളായ എന്റെ മനസ്സിനെ സത്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ പയ്യെ എന്റെ ആയുധം പുറത്തെടുത്തു. എന്നിട്ട് അവന്റെ മൊബൈലിലേക്ക് ഡയൽ ചെയ്തു. പറ മഞ്ജു പ്ലീസ്. മഞ്ജു ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി മഞ്ജു പ്ലീസ്. മഞ്ജു എത്ര നാളായി മഞ്ജു. എന്താ മഞ്ജു പ്ലീസ് മഞ്ജു. പറ മഞ്ജു പ്ലീസ് മഞ്ജു. പറ. മഞ്ജു
അയ്യേ. ഛേ, എവിടെ ഇത്? മഞ്ജു, ഞാനല്ല മഞ്ജു, മൊബൈല് മഞ്ജു. മഞ്ജു പോവല്ല മഞ്ജു, ഞാനല്ല മഞ്ജു, മൊബൈല് മഞ്ജു. മഞ്ജു അയ്യോ അതിനുശേഷം അവൾ എന്നെ കണ്ട മൂക്ക് പൊത്തു. അവളെ കല്യാണത്തിന് പോയി അടുത്ത് നിർത്തി ഫോട്ടോ എടുത്തില്ലളിയാ. എല്ലാത്തിനും കാരണം ഈ പന്ന കായ്ക്ക മോനാണ്. അവന്റെ ഒരു വാളി റിംഗ്ടോണും. നിന്റെ അച്ഛന്റെ പേരെ കേശു നിടടാ, കുശു നിടണം. ശശികാല കൊള്ളാണ് എന്തായാലും കേശു. എന്തേ? അടേ ഞാൻ ഇപ്പോ വരാം. ഹലോ ഹലോ നാഫിയ, ഇത് തട്ടത്തിമറിയത്തിലെ റിംഗ്ടോൺ അല്ലേ? തട്ടമ്മൈ, എനിക്ക് കോൾ വരുമ്പോൾ മാത്രം നിനക്ക് വലിയ പ്രശ്നം. ശേ പോട്ടളിയാ, നമ്മൾ ചുമ്മാ കളിക്ക് പറഞ്ഞല്ലേ. നമ്മളെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ളത് നിനക്കല്ലേ? Just fuck us, man. എന്ത് ആടേ ഇത്? ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. പരമ കഷ്ടം. വേണ്ടായിരുന്നു. ഇത് മെസ്സേജ് വന്നാണ്. ഇതും മെസ്സേജ്. നാളെ വാലന്റൈൻസ് ഡേയാ. 13, 14. അയ്യോ ശരിയാണ്, നാളെ ഫെബ്രുവരി 14. ശേ, കയ്യിലാണെങ്കിൽ അച്ഛൻ്റെ പൈസ ഇല്ലല്ലോ. അളിയാ, ഇത്തവണ എനിക്ക് അവൾക്കൊരു വെറൈറ്റി ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. ശരിയാടാ, ഞാനും ഇത്തവണ അവൾക്കൊരു വെറൈറ്റി ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. ആർക്ക്? എൻ്റെ റിയയ്ക്ക്. ഓ, അതിന് നീ ഇന്ന് വൈകിട്ട് ശബരിമലയ്ക്ക് പോവല്ലേ? ഈ മലയൊക്കെ എന്നും ഉണ്ടായടേ. ഞാൻ നാളെ രാവിലെ സന്നിധാനത്ത് നിന്ന് അവളെ അടുത്തെത്തില്ലേ. ഡേയ്, നിന്റെ പെണ്ണെങ്ങനെ ചരക്കേനെ? അത് നീ അറിയണ്ട. പക്ഷേ എന്തവക്ക് ഞാൻ നാളെ വാങ്ങിച്ചു കൊടുക്കും? ഡേയ്, ഒരു കാര്യം ചെയ്താലാ? എൻ്റെ അമ്മൂമ്മയ്ക്ക് അമൂല്യമായ ഒരു പഴയ പാസരമുണ്ട്, നമുക്കതൊന്ന് അടിച്ചു മാറ്റി കൊടുത്താലാ? ഏത്? നിന്റെ വീട്ടിലെ തളയ്ക്ക? എടാ, അതവർക്ക് പണ്ട് വട്ടളയപ്പ കെട്ടിരുന്ന ചങ്ങലായിരിക്കൂടാ അവന്റെ അമ്മൂമ്മയുടെ പാടസരം. എന്ത് ചെറിയണത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ആ, കുറച്ചൊക്കെ ശരി തന്നെ. പക്ഷേ ഇതിനെ ആരോടും പറയണ്ട, ഓക്കേ? നീ അത് വിട്. നാളെ എന്ത് വാങ്ങിക്കൊടുക്കും? നീ എന്തേലും വളർത്തടേ, ഞാനിനി എന്ത് വാങ്ങിച്ചു കൊടുക്കും? ഐഡിയ. എത്ര നേരമായിടാ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സോറി മോളു. കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് വേഗം തിരിച്ചു പോകണം. എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? പിങ്കി, ഇന്നൊരു ഹാഫ് ആൻ അവറിൻ്റെ സ്പെൻഡ് ചെയ്യണം പ്ലീസ്. അയ്യോ പ്ലീസ്, ഇന്ന് എന്തായാലും നടക്കില്ല. ഡാഡിക്ക് ഇപ്പം തന്നെ എന്നെ എന്തോ ഡൗട്ടുള്ള പോലെയാ. ഇന്ന് എന്നെ പിക്ക് ചെയ്യാൻ വരുമെന്നാ പറഞ്ഞത്. അതിനു മുമ്പ് എനിക്ക് പോകണം. വേറെ ദിവസം ആവട്ടെ. എന്ന് വിളിച്ചാലും. അയ്യോ ഡാഡി വിളിക്കുന്നു. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്നെ ഒന്ന് അടുത്ത ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യോ പ്ലീസ്? ആ, കേറിക്കോ. ഡാ, എനിക്ക് പോവാനേ തോന്നുന്നില്ല. പക്ഷെ പ്രോബ്ലം ആയല്ലോ എന്ന് പേടിച്ചിട്ടാ. നിനക്ക് വിഷമമായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടി. വേണ്ട പിങ്കി, എന്തെങ്കിലും പ്രശ്നമായി പിന്നെ നിന്നെ എങ്ങനെ കൂടെ കാണാൻ കിട്ടില്ല. എനിക്കറിഞ്ഞൂടെ നിന്റെ പ്രോബ്ലംസ് ഒക്കെ. ലേറ്റ് ആണ്ട, നീ പയ്ക്കോ. ടാറ്റാ. ബൈ. അയ്യോ പിങ്കി, ആ 1 മിനിറ്റ്. ഹാപ്പി വാലന്റൈൻസ് ഡേ പിങ്കി.
വാവ്, ഓ ഗോഡ്, ടെൻഷൻ കാരണം ഞാൻ ഈ സ്പെഷ്യൽ ഡേ തന്നെ മറന്നുപോയി. സോറിടാ. അവസാനല്ലടാ, ഇതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ ഒരാൾ ഓർത്തില്ലേ, അത് മതി. അയ്യോ ഡാഡി, ഡാ ഞാൻ പോവാ. ടാറ്റാ. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. ചേട്ടാ പേട്ട പോ. ആ പോലോ. ആ ഹലോ, ഞാൻ എത്തി എത്തി എത്തി. ഏത് സൈഡാ പാർക്ക് ചെയ്തിരിക്കുന്നേ? ആ കണ്ടു കണ്ടു. ശരി ചേട്ടാ, നിർത്ത് നിർത്ത്. എത്രയായി? 20. ദാ ഹാപ്പി വാലന്റൈൻസ് ഡേ നാഫിയ. ഇതിനകത്ത് എന്താ? ഇറ്റ്സ് എ സർപ്രൈസ് നാഫിയ. വീട്ടിൽ പോയി തുറന്നാ മതി. അയ്യോ സോറിടാ, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് എടുക്കാൻ മറന്നുപോയി. ഓ അത് സാരമില്ലെന്ന്, ഇതൊക്കെ ഇപ്പൊ സ്ഥിരമാണല്ലോ. ഏയ് അപ്പോഴേക്കും പിണങ്ങിയോ? ഞാൻ ഒരു തമാശ പറഞ്ഞത്. പിണങ്ങുമ്പോ നിന്നെ കാണാൻ എന്തൊരു ചന്തമാണെന്നറിയാവോ? അമരത്തിലെ ഖുഷ്ബുവിനെ പോലെ, കിലുക്കത്തിലെ പാർവതിയെ പോലെ. ഓ എന്റെ ശിവനേ, അയ്യോ. നിനക്കൊരു കാര്യം അറിയാവോ? ഞാൻ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ക്ഷീരപഥത്തിൽ ചെറുക്കൻ റൊമാൻറ്റിക്കായി. ഇപ്പൊ എന്ത് ചെയ്യും? ഐഡിയ. ജനിക്കണം. എന്നിട്ട് കോടിക്കോടി കോടിക്കോടി വർഷങ്ങൾ പരസ്പരം കണ്ണിൽ നോക്കിയത്. ഒത്തിരി ഒത്തിരി സ്നേഹിക്കണം നാഫിയ. നമുക്ക് ഒത്തിരി ഒത്തിരി സ്നേഹിക്കണം. നിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു. നിന്റെ സ്വരം എന്റെ കാതുകളിൽ എന്തോന്ന്? അയ്യോ ഇമ്പമാകുന്നു. ഓ അങ്ങനെ. നിന്റെ സ്പർശം എന്നെ ഉണർത്തുന്നു. ഞാൻ എത്ര ഭാഗ്യവാനാണ് നാഫിയ. ഇതെല്ലാം എന്റെ ഭാഗ്യം. താങ്ക് ഗോഡ്. അയ്യോ ഡാഡി, ഞാൻ പോകുന്നു. നാഫിയ, ഞാൻ റൊമാൻറ്റിക് ഫീൽ വന്നതായിരുന്നു. അതിനെന്താടാ, ഇനിയും ഉണ്ടല്ലോ ദിവസങ്ങൾ. ഓക്കെ ബൈ. ശരി ബൈ, ടാറ്റാ. ടാറ്റ. ചെറുക്കനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. സ്വാമി ശരണം. റിയ, നീയോ? ഞാൻ സന്നിധാനത്ത് നിന്ന് വിളിച്ചായിരുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ കുറച്ച് ബിസി ആയി പോയിരുന്നടാ. ഡാഡി ഉണ്ടായിരുന്നു കൂടെ. എന്താടാ കാര്യം? ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അല്പം മധുരം കൊടുക്കണമെന്ന് ശശിമേശ്വരി പറഞ്ഞിട്ടുണ്ട്. അതാരാ? അറിയില്ലല്ലേ? എന്റെ അച്ഛൻ. ഓ അല്ല, ഇതെന്താ? മധുരത്തിന് കുറച്ച് അരണ കഴിക്കൂ, നന്നായിരിക്കും. നക്കിക്കോ. തിന്നെ. എന്ത് നോയിക്കൊണ്ടിരിക്കണേ? നക്കി തിന്നെ, നല്ലതാണ്. ഒരു കരടിയും കൂടെ കോരി തരട്ടാ? അയ്യോ നോ താങ്ക്സ്. എന്താ ശുഭകാര്യം എന്ന് പറഞ്ഞത്? ഒരു മിനിറ്റ്. ഹാപ്പി വാലന്റൈൻസ് ഡേ റിയ. താങ്ക്സ് ടാ. ഒരുപാട് കാശായി കാണുമല്ലേ? അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി. നിന്റെ വായിലെന്താ മുടിയിരിക്കുന്നേ? മുടിയ? അത് ഞാൻ ഷേവ് ചെയ്യാൻ മറന്നു ചേട്ടാ. എനിവേ താങ്ക്സ് ഡാ. ഉം. ദോ ബസ് വരുന്നു, ഞാൻ പോട്ടെ. ഓ ആയിക്കോട്ടെ.
പാവത്തിന് ഒരു കരണ്ടിയും കൂടെ കൊടുക്കായിരുന്നു. ഗുഡ് നൈറ്റ്. ആടി ആ 3 കുരങ്ങന്മാരും വന്നിരുന്നു. യവന്മാർക്കൊക്കെ ഓരോ വിചാരമുണ്ട്. യവന്മാർക്ക് മാത്രമേ വലിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന്. ആ കുറച്ചുകൂടെ ഊറ്റിട്ട് നമുക്ക് തേക്കാം. എന്നാ ശരിയടി, എന്റെ വയറിന് അത്ര സുഖം പോരാ, നിന്നെ ഞാൻ വിളിക്കാം. ഓക്കെ ബൈ. ശേ, എല്ലാത്തിനും കാരണം ഈ പന്ന കായ്ക്ക മോനാണ്. അവന്റെ ഒരു വാളി റിംഗ് ടോണും. നിന്റെ അച്ഛന്റെ പേരെ കേശു നിടടാ, കുശു നിടണം. ശശികാലകളാണ് എന്തായാലും കേശു. എന്തേ അടേ ഞാൻ ഇപ്പോ വരാം. ഹലോ ഹലോ നാഫിയ, നാഫിയ കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചായിരുന്നല്ലോ, അപ്പോൾ നിന്നെ കിട്ടിയില്ലായിരുന്നല്ലോ. സോറിടാ, നീ വിളിച്ചപ്പോൾ ഞാൻ എന്റെ കുഞ്ഞുമാന്റെ ഫോണിൽ നിൽക്കുവായിരുന്നു. ആണോ? നിക്കുമാരൊക്കെ അടുത്തുണ്ടായിരുന്നു, അതാ ഞാൻ ഫോൺ എടുക്കാത്തെ. അയ്യോ, ഇതാ ഡാഡി വിളിക്കുന്നു, ഞാൻ പിന്നെ വിളിക്കാവേ. ഹലോ നാഫിയ, ഹലോ 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 നാഫിയ. ശേ, കട്ട് ചെയ്തു. അഞ്ജലി. ഓ, അത് ഡാഡി ആയിരുന്നു, ദുബായിൽ നിന്ന്. ഓക്കേ. നാളെ എന്ത് വാങ്ങിക്കൊടുക്കും? നീ എന്തേലും പോലത്തടെ. ഞാനിനി എന്ത് വാങ്ങിച്ചു കൊടുക്കും? ഐഡിയ. അയ്യോ അയ്യോ, എല്ലാം പോയേ. എടാ എന്റെ വയറിയുന്നേ. എന്തടാ നീ എന്നെ ഛർദിക്കാൻ വരുന്നു. അയ്യോ എന്തടേ, ആരെങ്കിലും വിളിച്ച് തന്ന പൊട്ടി. അയ്യോ സത്യം പറ, ആരെങ്കിലും തന്നാ? അതല്ലടാ, അവിടെ എന്റെ പെണ്ണ് വേറൊരുത്തൻ്റെ കൂടെ. എവിടെ? ദോ അവിടെ ഒരു കണ്ണാടി വെച്ചൊരു തെണ്ടിയുടെ കൂടെ. ഷാജി ടൂൾസെത്തോ? എവിടെടാ കാണിച്ചാ? ദോ 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 അവിടെ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ട്.
അത് ഞാൻ പറഞ്ഞിട്ടില്ല. Yeah, you told me. പിങ്കിയോ? റിയായോ? അളിയ, എന്റെ പെണ്ണ്. നിന്റെ പെണ്ണോ? അല്ലടയാ, എന്റെ പെണ്ണ്. ശ്ശേ. അളിയ, എന്തായാലും എന്റെ വാശി ഇതോടെ തീർന്നു. 2 വർഷം മുമ്പ് വാങ്ങിച്ച പൂത്ത അരവണയാണ് ഞാൻ കൊടുത്തത്. ആക്രാന്തം കൊണ്ട് അവൾ വേഷം തിന്നുകയും ചെയ്തു. ശിഷ്ടകാലം അവൾ കക്കൂസി സുഖമായിട്ട് ജീവിച്ചോട്ടെ. ഇതോടെ ഞാനൊരു പാഠം പഠിച്ചടാ. ഈ പൈസയും ഈഗോയും ആറ്റിറ്റ്യൂഡും പിന്നെ ചിലപ്പോൾ ലവും ഇതൊക്കെ ഇന്നർ വെയർ പോലെയാണ്. ഇതൊക്കെ വേണം, പക്ഷേ പുറത്ത് കാണിക്കരുത്. നീ പറഞ്ഞ കറക്റ്റാ. നീ ഒരു കലാകാരൻ തന്നെ അളിയ. പക്ഷേ എന്തടേ ഇന്നർ? ഇന്നർ അല്ലടാ, ഇന്നർ വെയർ. ആ, നിനക്കറിയില്ല, നീ ഉപയോഗിക്കാത്തൊരു ഉപകരണം. ഒരു ക്ലൂ തരൂ. ജായിൽ തുടങ്ങും. പിന്നെ എനിക്കത് വേണം. ഭാരം താങ്ങി. ഞാൻ ഉപയോഗിക്കാത്ത സാധനവും ഭാരം താങ്ങി. എല്ലാത്തിനും കാരണം ഈ പന്ന കായ്ക്ക മോനാ. മതിയടാ, മതിയടാ. മകളെ പൊതിഞ്ഞെടുക്കട്ടാ, മകളെ പൊതിഞ്ഞെടുക്കട്ടാ. അച്ഛാ, മഞ്ഞ സൂപ്പർ, മഞ്ഞ സൂപ്പർ, മഞ്ഞ സൂപ്പർ. ഇതൊക്കെ പെറ്റിട്ടവൻ നെറ്റിക്കൂടെ. ഷാജി, ഷാജി, ടൂൾസെത്തോ, ടൂൾസെത്തോ. എന്തോന്ന്? ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷ് മീഡിയം. ചെറുക്കനുണ്ടാക്കി താങ്ക് യു, താങ്ക് യു. ഒരു കരുതി കൂടെ കോരി തരട്ടെ.